لا تحسبن الذين قتلوا في سبيل الله أمواتا بل أحياء عند ربهم يرزقون. ഖുർആൻ രണ്ട് സ്ഥലങ്ങളിൽ ശുഹദാഇനെ കുറിച്ച് പറഞ്ഞു. അല്ലാഹുവിന്റെ മാർഗത്തിൽ മരിക്കുന്ന ആളുകൾ, അവരെപ്പറ്റി നിങ്ങൾ വിചാരിക്കേണ്ട ഡെഡ് ബോഡികളാണ് വിചാരിക്കേണ്ട. അങ്ങനെ നമ്മൾ വിചാരിക്കും, അങ്ങനെ മരിച്ചവരെ പറ്റി നമ്മൾ അങ്ങനെ വിചാരിക്കാം. ഡെഡ് ബോഡി, ഡെഡ്, മരിച്ചു. അംവാത, മരിച്ചെന്ന് വിചാരിക്കേണ്ട. ബൽ അഹ്യാഉൻ, വിചാരിക്കല്ല എന്നല്ല, അല്ലാഹ് തിരുത്തി പറഞ്ഞില്ല. ബൽ അഹ്യാഉൻ ഇൻദ റബ്ബിഹിം യുർസഖൂൻ ഫരിഹീന ബിമാ ആതാഹും അല്ലാഹ്. അവർ ജീവിച്ചിരിക്കുന്നവരാണ്. എങ്ങനെ? ഹയാത്തൻ മഅല്ലാഹ്, അല്ലാഹു നൽകുന്ന ഒരു പ്രത്യേകമായ രീതിയിലെ ജീവിതം അവർക്ക് അവിടെ ഉണ്ട്. അങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അവർക്ക് ജീവനുണ്ട്. എങ്ങനെ? നമുക്കറിയില്ല. പ്രസിദ്ധമായ ഉഹദ് യുദ്ധത്തിൽ ഷഹീദായ സഹാബിയാണ് അംർ ഇബ്നുൽ ജമൂഹ് റളിയല്ലാഹു അൻഹു. ആ യുദ്ധത്തിൽ ഷഹീദായ മറ്റൊരു സഹാബിയാണ് മഹാനായ അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു. ജാബിർ തങ്ങളുടെ വാപ്പ, ജാബിർ ഇബ്നു അബ്ദുല്ലാഹി എന്ന മഹാനായ സഹാബിയുടെ വാപ്പ അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു, രണ്ടുപേരും ഒരു ഖബറിൽ മറവ് ചെയ്യപ്പെട്ട ശുഹദാക്കളാണ്. അംർ ഇബ്നുൽ ജമൂഹ് എന്നവർ കാല് മുടന്തായിരുന്നു. ബദർ യുദ്ധം വന്നപ്പോ വാപ്പ പറഞ്ഞു, മക്കള് പറഞ്ഞു, അപ്പൊ അങ്ങനെ യുദ്ധത്തിന് വരണ്ടോ? വാപ്പ ഞാൻ പോരാണ്, എനിക്ക് മരിക്കണം, ഞാൻ പോരാണ്, അള്ളാന്റെ സ്വർഗത്തിലേക്ക് പോകണം, ഞാൻ വരികയാണെന്ന് പറഞ്ഞു. അപ്പൊ അങ്ങ് വരണ്ട, നിങ്ങൾക്ക് മുടന്തില്ലേ, പിടിച്ചു നിർത്തി വാപ്പാനെ. ബദർ യുദ്ധം കഴിഞ്ഞു വന്നപ്പോൾ ബദരീങ്ങളുടെ മഹത്വവും ബദരീങ്ങൾക്ക് അല്ലാഹു നൽകാൻ പോകുന്ന പ്രതിഫലവും ബദരീങ്ങളോടല്ല അല്ലാഹു പറയേണ്ടത്, നിങ്ങൾക്ക് വേണ്ടതൊക്കെ ചെയ്തോളി, ഞങ്ങൾക്ക് പുറത്തു വന്നിട്ടുണ്ട്. നബിയേ, ഉഹദ് യുദ്ധം നടക്കാൻ പോകുന്നുവെന്ന് ഞാൻ കേൾക്കുന്നു. നബിയേ, എനിക്കും കൂട്ടുവരണം. എന്റെ മുടന്തങ്കാല് കൊണ്ട് സ്വർഗത്തിലേക്ക് കടക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട് നബിയെ. എന്റെ മക്കളെന്നെ തടഞ്ഞു വെക്കാൻ സാധ്യതയുണ്ട്. അവരെന്നെ ബദറിലേക്ക് വരാൻ സമ്മതിച്ചിട്ടില്ല. എന്റെ മക്കളോട് ഹബീബായ നബിയെ അങ്ങൊന്ന് പറയണം, വാപ്പാനെ തടയേണ്ട, വാപ്പ വന്നോട്ടെ എന്ന്. എക്സ്ക്യൂസ് ഉണ്ട്, മുടന്തുള്ളവർ വരേണ്ട, രോഗിയൊക്കെ യുദ്ധ നിർബന്ധമല്ല, പക്ഷേ അദ്ദേഹത്തിന് വന്നേ പറ്റൂ. അംർ ഇബ്നുൽ ജമൂഹ് റളിയല്ലാഹു അൻഹു. അത്ഭുതം. ആ ലോകം അത്ഭുതമുള്ള ലോകമാണ്. നമ്മൾ വേറെ പല വിഷയങ്ങളാണെന്ന് പറയാനുള്ളത്, ഞാൻ ആ വിഷയത്തിലേക്ക് കടന്നിട്ടില്ല. ചില ആമുഖങ്ങൾ ഇതിനെ സംബന്ധിച്ച് മനസ്സിലാക്കാനുണ്ട്, ചില വിഷയങ്ങൾ. ഉഹദ് യുദ്ധം നടന്നു. അംർ ഇബ്നുൽ ജമൂഹ് എന്നവർ തുള്ളിച്ചാടിയിട്ടാ പോയത്. മക്കളാരും തടഞ്ഞു വെച്ചില്ല. അങ്ങനെയാണ് മക്കളോട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, വാപ്പാക്ക് അങ്ങനെ താല്പര്യം, വാപ്പ വന്നോട്ടെ, വാപ്പാനെ തടയണ്ടാകുക. അങ്ങനെ വെച്ച് മുടന്തം കാലുകൊണ്ട് വാളെടുത്ത് യുദ്ധം ചെയ്ത് ഷഹീദായ അംർ ഇബ്നുൽ ജമൂഹ് റളിയല്ലാഹു അൻഹു. ഉഹദിലെ ശുഹദാക്കളെല്ലാം നിരന്നു കിടക്കുമ്പോ ഉഹദിൽ ഒരു ഖബറിൽ ഒന്നിലേറെ സ്വഹാബത്തിനെ ശുഹദാഇനെ മറവ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ വന്നപ്പോൾ അംർ ഇബ്നുൽ ജമൂഹ് റളിയല്ലാഹു അൻഹു താഴെയും അവരുടെ മീതെ ആനായ സ്വഹാബി ജാബിർ ഇബ്നു അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹുവിന്റെ വാപ്പ അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു ബഹുമാനപ്പെട്ടവരുടെ മുകളിലും അങ്ങനെ ഉഹദിൽ മറവ് ചെയ്തത്. ഹംസ റളിയല്ലാഹു അൻഹു കൊണ്ട് ഒരുപാട് ശുഹദാക്കളുണ്ട്. യാ അല്ലാഹ്. അന്ന് ജാബിർ റളിയല്ലാഹു അൻഹുവിന്റെ വയസ്സ് 20. ഉഹദ് യുദ്ധം നടക്കുമ്പോ 40 വർഷങ്ങൾക്ക് ശേഷം ജാബിർ തങ്ങൾക്ക് വയസ്സ് 60. 40 വർഷങ്ങൾക്ക് ശേഷം ചരിത്രം മുഴുവനും പ്രബലമായ ഹദീസിന്റെ റിവായത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഹദീസ് അസർ. ചരിത്രപണ്ഡിതന്മാർക്ക് ഒരു സംശയമില്ല, ആര് വൈഫാന്ന് പറയില്ല, അങ്ങനത്തെ സംഭവം. 40 വർഷം കഴിഞ്ഞ് ഉഹദിന്റെ മലയിൽ ശക്തമായ മഴ പെയ്തപ്പോ, ആ ഉഹദ് പരിസരങ്ങളിൽ മഴ പെയ്തപ്പോ, ശക്തമായ മഴവെള്ളപ്പാച്ചിൽ വന്നപ്പോ ഉഹദിന്റെ ശുഹദാക്കളുടെ ഖബറിന്റെ മുകളിലൂടെ വെള്ളം വലിച്ചുപോയി. അങ്ങനെ വന്നപ്പോ ഒരുപാട് ശുഹദാക്കളുടെ ഖബർ ഓപ്പണായി പുറത്തായി പോയി. നേരം വന്നങ്ങ് നീങ്ങിപ്പോയി. യാ അല്ലാഹ്, 40 വർഷങ്ങൾക്ക് ശേഷം ജാബിർ റളിയല്ലാഹു അൻഹു സ്വന്തം ബാപ്പയെ മറവ് ചെയ്ത മോൻ ജീവിച്ചിരിക്കുന്ന കാലം മഹാനായ അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹുവും അംർ ഇബ്നുൽ ജമൂഹ് എന്നവരും ബഹുമാനപ്പെട്ട 2 സ്വഹാബിമാരെ മറവ് ചെയ്ത ഖബറും പുറത്ത് ഒരുപാട് ഖബർ പുറത്തായി. അനുഭവം പറഞ്ഞത് ജാബിർ റളിയല്ലാഹു അൻഹുവാണ്. എന്റെ വാപ്പയുടെ ഖബർ
തുറന്നു വന്നപ്പോൾ അപ്പയെ ഞങ്ങൾ കണ്ടത് എങ്ങനെയാണോ അപ്പയെ മറവ് ചെയ്തത് അതേ കഫം പുടയിൽ. അപ്പാക്കൊരു കുഴപ്പവും പറ്റിയില്ല. മഹാനായ അംറു ബിൻ ജമൂഹ് റളിയല്ലാഹു അൻഹു എന്റെ ഉപ്പയുടെ താഴെ കിടക്കുന്നു. വാപ്പയെ എടുത്തു മാറ്റി രണ്ടാമത് കഫൻ ചെയ്യണം. അംറു ബിൻ ജമൂഹ് എന്നവരെ മറ്റൊരു ഖബറിൽ കുഴിക്കണം. അങ്ങനെ ബഹുമാനപ്പെട്ട അംറു ബിൻ ജമൂഹ് എന്നവരെ പൊക്കിയെടുത്തപ്പോ അവരുടെ കൈ നെറ്റിയിൽ ഇങ്ങനെ ഒട്ടിപ്പിടിച്ചിട്ടുണ്ട്. അന്ന് മഹാനായ സഹാബിക്ക് നെറ്റിയിൽ ഒരു അമ്പ് തറച്ചപ്പോ ആ അമ്പിലിങ്ങനെ അമ്പ് വലിച്ചൂരിയിട്ട് കൈ ഇങ്ങനെ വെച്ച് ആ മുറിവിലാണ് മഹാനായ അംറു ബിൻ ജമൂഹ് റളിയല്ലാഹു അൻഹു ഷഹീദാകുന്നത്. കൈ ഇങ്ങനെ ഒട്ടിപ്പോയി. മരിച്ചു കഴിഞ്ഞാൽ ഒരു മനുഷ്യന്റെ വിസ്തലുകൾ നിർത്തണമെന്നാണ്. കൈകാലുകൾ നിർത്തി കൊടുക്കണം, കണ്ണ് ചിമ്മി കൊടുക്കണം, വായ അടച്ചിട്ട് കൊടുക്കണം. പക്ഷേ യുദ്ധല്ലേ, കുറെ നേരം കഴിഞ്ഞപ്പോഴേക്കും കൈ കഫൻ അവരെ മറവ് ചെയ്യാൻ കൊണ്ടുപോകുമ്പോ കഫൻ ചെയ്യാൻ നോക്കുമ്പോ എന്ത് ചെയ്യുന്നില്ല, കൈ കിട്ടുന്നില്ല. കൈയോടെ ഉറച്ചു പോയിട്ടുണ്ട്. കൈ ഉറച്ചിട്ടുണ്ട്. അങ്ങനെ മറവ് ചെയ്തത് അംറു ബിൻ ജമൂഹ് പറഞ്ഞു. കൈ നെറ്റിയിലാണ്. നെറ്റിയിലൊരു മുറിവിലിങ്ങനെ വെച്ചിട്ടാണ് മറവ് ചെയ്തത്. 40 വർഷങ്ങൾക്ക് ശേഷം അല്ലാഹു ചില അത്ഭുതങ്ങൾ കാണിച്ചു തരാൻ. ലാ തഹ്സബന്ന, വിചാരിക്കേണ്ട മരിച്ചു അത് കഴിഞ്ഞു എന്ന് വിചാരിക്കേണ്ട. ബൽ അഹ്യാഉൻ ഇൻദ റബ്ബിഹിം യുർസഖൂൻ. ശുദ്ധ ഖുർആനിന്റെ പ്രത്യക്ഷമായ അർത്ഥമാണ് ഈ പറയുന്നത്. അതുകൊണ്ടൊന്നും ശിർക്കും കുഫ്റല്ല മുഅ്മിനെ. അല്ലാഹുവിന്റെ ദീനല്ലേ ഇത്, ശുദ്ധ ഖുർആനല്ലേ ഈ പറയുന്നത്. അവർ ജീവനുള്ളവരാണ്. ബൽ അഹ്യാ. ജാബിർ തങ്ങൾ പറയുന്നു, അംറു ബിൻ ജമൂഹ് എന്നവരെ രണ്ടാമത് കഫൻ ചെയ്യാൻ കൊണ്ടുവന്നപ്പോ അവരുടെ കൈ, നെറ്റിയിൽ കിടക്കുന്ന കൈയൊക്കെ അതേപോലെ, ശരീരം അതുപോലെ, കഫം പുടക്ക് പോലും കുഴപ്പം പറ്റിയില്ല. 40 കൊല്ലം കഴിഞ്ഞിട്ട് ഒന്നും സംഭവിച്ചില്ല. ആ കൈ ഞാനൊന്ന് വലിച്ചു നോക്കി, ഒന്ന് നിർത്താൻ പറ്റുമോ എന്ന്. ഞാൻ ആ കൈ ഇങ്ങ് വലിച്ചത് ഒന്ന് ശക്തിയോടുകൂടെ വലിച്ചപ്പോഴേക്കും അംറു ബിൻ ജമൂഹ് എന്നവരുടെ നെറ്റിയിൽ നിന്ന് രക്തം പൊടിഞ്ഞത് ഞാൻ കണ്ടുവന്ന് മഹാനായ ജാബിർ ബിൻ അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു എത്ര കൊല്ലം കഴിഞ്ഞ്? 40 കൊല്ലം കഴിഞ്ഞ്. സുബ്ഹാനല്ലാഹ്. അവിടെ തന്നെ വെച്ചു.